അടുത്ത പ്രോപ്പർട്ടി ഇതാണ്. If L of f of t is equal to f bar s, then L of t raised to n f of t is equal to minus 1 raised to n d raised to n by ds raised to n f bar s. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. L of t cos a t. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? L of cos a t കണ്ടുപിടിക്കുക. L of cos a t. L of cos a t ആൻസർ എന്താണ്? s by s square plus s square. ഇതിനെ നമ്മൾ f bar s എന്ന് വിളിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? s by s square plus s squareന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ t യുടെ പവർ 1 ആണ്. t യുടെ പവർ 1 ആയതുകൊണ്ട് ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ d by ds of s by s square plus s square. അപ്പൊ s by s square plus s square വിത്ത് റെസ്പെക്ട് s വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കണം. കോഷ്യന്റ് റൂൾ എന്ന് പറയുന്നത് എന്താണ്? d by ds of u by v അല്ലെ? d by dx of u by v യുടെ ആൻസർ നമുക്കറിയാം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ ദ സ്ക്വയർ. അപ്പൊ ആ ഫോർമുല കൊടുക്കുമ്പോൾ s square plus s square into 1 minus s into 2s. s square plus s squareന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2s ആണ്. s squareന്റെ 2s ആണ്, s squareന്റെ 0 ആണ്. ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? s square plus s square the whole square. ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു s square ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 2s square ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? s square minus s square by s square plus s square the whole square എന്ന് കിട്ടും. ഇതാണ് ഡെറിവേറ്റീവ് കിട്ടുന്നത്. Therefore Laplace transform of t cos a t യുടെ ആൻസർ എന്താണ്? Laplace transform of t cos a t യുടെ ആൻസർ ഈ ഇതിനെ നമ്മൾ മൈനസ് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മൈനസ് ഇൻറ്റു s square minus s square divided by s square plus s square the whole square. മൈനസ് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് s square minus s square by s square plus s square the whole square. This is the final result. ഇങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് എല്ലാ f of t equal to f bar s ആണെങ്കിൽ L of t raised to n f of t equal to minus 1 raised to n d raised to n by ds raised to n f bar s എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇവിടെ n ന്റെ വാല്യൂ നമ്മൾ 1 ആണ് എടുക്കുന്നത്, അതുകൊണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t cos a t യുടെ ആൻസർ.